നമസ്കാരം. കേരളത്തിൻ്റെ അടുത്ത മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്നതിനുള്ള കോൺഗ്രസ് എംഎൽഎമാരുടെ അഭിപ്രായ ശേഖരണത്തിൽ കെ.സി. വേണുഗോപാലിന് വൻ മുൻതൂക്കമെന്ന് സൂചന. ഇതിൻ്റെ കൂടുതൽ തെളിവുകളാണ് ഇപ്പോൾ ഈ നിമിഷം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കെ.പി.സി.സി വർക്കിംഗ് പ്രസിഡന്റ് സണ്ണി ജോസഫും യുവനേതാവ് സന്ദീപ് വാര്യരും അടക്കം ആരെയും പിന്തുണച്ചില്ലെന്ന വാദങ്ങൾ തെറ്റാണെന്ന് തെളിയിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഹൈക്കമാൻഡ് നിരീക്ഷകൻ മുകുൾ വാസ്നിക്കിൻ്റെ പക്കലുണ്ടായിരുന്ന പട്ടികയുടെ ആദ്യ ഭാഗം മാധ്യമപ്രവർത്തകർ പകർത്തിയതോടെയാണ് എംഎൽഎമാരുടെ പിന്തുണ സംബന്ധിച്ച യഥാർത്ഥ ചിത്രം വ്യക്തമായത്. സണ്ണി ജോസഫ്, സന്ദീപ് വാര്യർ, ടി സിദ്ദിഖ് തുടങ്ങിയ പ്രമുഖ നേതാക്കളെല്ലാം കെ.സി. വേണുഗോപാലിൻ്റെ പേരാണ് നിർദ്ദേശിച്ചതെന്ന് നിരീക്ഷകരുടെ രേഖകൾ വ്യക്തമാക്കുന്നുണ്ട്. സണ്ണി ജോസഫ് നിഷ്പക്ഷ നിലപാട് സ്വീകരിക്കുമെന്നായിരുന്നു നേരത്തെ കരുതിയിരുന്നത്. എന്നാൽ സന്ദീപ് വാര്യരും സണ്ണി ജോസഫും കൃത്യമായി തന്നെ വേണുഗോപാലിന് അനുകൂലമായ നിലപാട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുകുൾ വാസ്നിക് പട്ടികയുമായി മടങ്ങിയതിനിടെ മാധ്യമപ്രവർത്തകർ പകർത്തിയ ദൃശ്യങ്ങളിൽ നിന്നാണ് ഈ രഹസ്യ വിവരങ്ങൾ പുറത്തായത്. കോൺഗ്രസിൻ്റെ 63 എംഎൽഎമാരിൽ 47 പേരുടെ പിന്തുണ കെ.സി. വേണുഗോപാലിനുണ്ടെന്നാണ് ഈ രേഖകൾ സൂചിപ്പിക്കുന്നത്. ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കപ്പുറം വലിയൊരു വിഭാഗം എംഎൽഎമാർ വേണുഗോപാലിനായി നിലകൊണ്ടു എന്നത് വി.ഡി. സതീശൻ, രമേശ് ചെന്നിത്തല ക്യാമ്പുകളെ ഞെട്ടിച്ചിരിക്കുകയാണ്. എ.സി. ബാലകൃഷ്ണൻ എംഎൽഎയുടെ നിലപാടാണ് ഏറെ കൗതുകകരമായത്. അദ്ദേഹം കെ.സി. വേണുഗോപാലിനെയും രമേശ് ചെന്നിത്തലയും ഒരുപോലെ പിന്തുണയ്ക്കുന്നതായാണ് പട്ടികയിലുള്ളത്. രമേശ് ചെന്നിത്തലയ്ക്ക് 8 എംഎൽഎമാരുടെ പിന്തുണ മാത്രമാണ് നിലവിലുള്ളതെന്നാണ് പട്ടിക തെളിയിക്കുന്നത്. ജനപിന്തുണയുണ്ടെന്ന് അവകാശപ്പെടുന്ന വി.ഡി. സതീശനാകട്ടെ 6 എംഎൽഎമാരുടെ പിന്തുണ മാത്രമേ നേടാനായുള്ളൂ എന്നതാണ് പുറത്തുവരുന്ന വിവരം. എംഎൽഎമാരുടെ എണ്ണത്തിൽ കെ.സി. വേണുഗോപാൽ ബഹുദൂരം മുന്നിലെന്നത് ഹൈക്കമാൻഡിന് അവഗണിക്കാൻ കഴിയില്ല. ഇതോടെ നിരീക്ഷകരുടെ റിപ്പോർട്ടിൽ വേണുഗോപാലിന് വലിയ മുൻഗണന ലഭിക്കുമെന്ന് ഉറപ്പായി. എംഎൽഎമാരെ കൂടാതെ എംപിമാരുമായും മുതിർന്ന നേതാക്കളുമായും നിരീക്ഷകർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിൽ ഭൂരിഭാഗം എംപിമാരും കെ.സിക്ക് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചത്. 3 മുൻ കെ.പി.സി.സി ഭാരവാഹികൾ സതീശനെ പിന്തുണച്ചപ്പോൾ സംഘടനാ സംവിധാനത്തിൻ്റെ കരുത്ത് വേണുഗോപാലിനാണെന്ന വാദമാണ് മുതിർന്ന നേതാക്കൾ ഉയർത്തിയത്. എന്നാൽ മുസ്ലിം ലീഗ് വി.ഡി. സതീശനായി കടുത്ത സമ്മർദ്ദമാണ് ചെലുത്തുന്നത്. ഹൈക്കമാൻഡ് നിരീക്ഷകർ ഇന്ന് വൈകുന്നേരത്തോടെ ഡൽഹിയിൽ റിപ്പോർട്ട് സമർപ്പിക്കും. എംഎൽഎമാരുടെ എണ്ണം മാത്രം പോരാ, കേരളത്തിലെ പൊതുജന വികാരം കൂടി കണക്കിലെടുക്കണമെന്ന് വി.ഡി. സതീശൻ പക്ഷം വാദിക്കുന്നുണ്ട്. ഇതിനായി കേരളത്തിലെ സാഹചര്യം വിലയിരുത്താൻ എ.ഐ.സി.സി പ്രത്യേക സംഘത്തെ കൂടി നിയോഗിച്ചിട്ടുണ്ട്. ഗ്രൗണ്ട് റിയാലിറ്റി പരിശോധിക്കുന്ന ഈ സംഘത്തിൻ്റെ റിപ്പോർട്ട് കൂടി പരിഗണിച്ചാകും അന്തിമ തീരുമാനം. എംഎൽഎമാരുടെ പിന്തുണയിൽ കെ.സി. വേണുഗോപാൽ മുന്നിലെത്തിയതോടെ സതീശൻ ക്യാമ്പ് ആകെ ആശങ്കയിലാണ്. ലീഗിനെ മുൻനിർത്തി സമ്മർദ്ദം ചെലുത്തി പദവി ഉറപ്പിക്കാനാണ് സതീശൻ അനുകൂലികളുടെ ഇപ്പോഴത്തെ നീക്കം. എന്നാൽ ഭൂരിപക്ഷം എംഎൽഎമാരുടെ താൽപ്പര്യം മറികടന്ന് ഒരു തീരുമാനമെടുക്കാൻ ഹൈക്കമാൻഡ് മടിച്ചേക്കാം. 2 ദിവസത്തിനുള്ളിൽ ഖർഗെയും രാഹുൽ ഗാന്ധിയും നേരിട്ട് ചർച്ച നടത്തി പ്രഖ്യാപനം നടത്തും. സണ്ണി ജോസഫിനെ പോലുള്ള മുതിർന്ന നേതാക്കൾ കെ.സിക്കൊപ്പം നിന്നത് കണ്ണൂർ ഉൾപ്പെടെയുള്ള മലബാർ മേഖലയിൽ വേണുഗോപാലിനുള്ള സ്വാധീനമാണ് വ്യക്തമാക്കുന്നത്. സന്ദീപ് വാര്യരുടെ പിന്തുണ കൂടി ലഭിച്ചതോടെ കെ.സി ക്യാമ്പ് വലിയ ആത്മവിശ്വാസത്തിലാണ്. ഹൈക്കമാൻഡ് ആരെ തീരുമാനിച്ചാലും അംഗീകരിക്കുമെന്ന് കെ. മുരളീധരൻ വ്യക്തമാക്കിയെങ്കിലും അണികൾക്കിടയിലെ ചേരിതിരിവ് ഹൈക്കമാൻഡിനെ കുഴിപ്പിക്കുന്നുണ്ട്. ഐ.സി. ബാലകൃഷ്ണൻ 2 പേരെ പിന്തുണച്ച രീതി നിരീക്ഷകർ എങ്ങനെ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തും എന്നത് നിർണായകമാണ്. ഡൽഹിയിൽ നടക്കുന്ന ചർച്ചകളിൽ ഈ പ്രധാന എംഎൽഎമാരുടെ പട്ടികയാകും പ്രധാന ചർച്ചാ വിഷയം. ഭൂരിപക്ഷ അഭിപ്രായം മാനിക്കുക എന്ന ജനാധിപത്യ രീതി കോൺഗ്രസ് സ്വീകരിച്ചാൽ അടുത്ത കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കെ.സി. വേണുഗോപാൽ തന്നെ ആകാനാണ് സാധ്യത കൂടുതൽ. അടുത്ത 48 മണിക്കൂർ കേരള രാഷ്ട്രീയത്തിൽ നിർണായകമാണ്. ഘടകകക്ഷികളുടെ അതൃപ്തി പരിഹരിക്കുകയും പാർട്ടിയിലെ ഗ്രൂപ്പ് പോര് അവസാനിക്കുകയും ചെയ്യുന്ന ഒരു സമവായ ഫോർമുലയ്ക്കാണ് ഹൈക്കമാൻഡ് ശ്രമിക്കുന്നത്. മന്ത്രിസ്ഥാനങ്ങൾ വീതം വയ്ക്കുന്നതിലെ ചർച്ചകളും ഇതിനൊപ്പം പുരോഗമിക്കുന്നുണ്ട്. ഞായറാഴ്ചയോടെ എല്ലാ അനിശ്ചിതത്വങ്ങൾക്കും വിരാമമാകും. അതുവരെയും കെ.സി. വേണുഗോപാൽ ഈ ഒരു തരത്തിൽ തന്നെ മുന്നോട്ട് പോകും. വി.ഡി. സതീശനായി തെരുവോരങ്ങളിൽ അണികളുടെ മുദ്രാവാക്യങ്ങൾ മുഴങ്ങുമെന്നതും തീർച്ചയാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.